എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലില്ലാത്ത ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് ഓരോന്നിനെയും ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കണക്കിന് ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പകരം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മയോനൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഫ്രിഡ്ജിലൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് ഒരു അരമണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അളവിന് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പകുതി കൂടുതൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം മാറ്റി വയ്ക്കാൻ നോക്കുക. അപ്പോൾ ദാണ്ടെ ആ പാത്രത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളൊക്കെ ഈ പാത്രത്തിലിരിക്കുന്ന മാവിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. നമുക്കിത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മാവിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. അതും ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പീസ് എടുത്ത് മാവിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മളെ കയ്യിലൊന്നും ആകത്തില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ലതായിട്ട് കോട്ട് ചെയ്ത് കിട്ടും. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓരോ പീസായിട്ട് മാവിലൊന്ന് കോട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ ചെയ്തു കൊടുക്കുക. അപ്പോൾ എല്ലാ പീസും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മാവ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാ പീസും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണ്. അടച്ചു കൊടുത്തതിന് ശേഷം താണ്ടെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കയ്യിലൊന്നും ആകാതെ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കിട്ടും. നന്നായിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ താണ്ടെ നമ്മളെ ചിക്കൻ പീസിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. കുറേശ്ശെയായിട്ടൊന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. കുഞ്ഞ് പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നേരത്തെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാൻ നോക്കുക. വെളിച്ചെണ്ണയാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മതിയാകും. അപ്പോൾ ചെറു തീയിലിട്ട് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവൂ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വേവാതെ പുറമേ കരിഞ്ഞ് ആ ഒരു രീതിയിൽ കിട്ടത്തേ ഉള്ളൂ.
ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് ദാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെറു തീയിലിട്ട് മാത്രം ചെയ്തെടുക്കുക. ലാസ്റ്റ് നമ്മൾ എടുക്കണ നേരമാകുമ്പോൾ നല്ല തീയിലേക്ക് ഇട്ടിട്ട് എടുക്കുക. അപ്പോൾ അതിൽ എണ്ണയൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇതൊന്ന് കണ്ടേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയറും കൂടെ ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.